എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊരു 20 ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 ക്വസ്റ്റ്യൻസ് ആണ്. സോ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ പാർട്ട് നമ്പർ 7 ആണിത്. സോ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ വീഡിയോസും റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന ഒരു പ്ലേലിസ്റ്റിലുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്, നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി ടീച്ചർ ജൂനിയർ ഹിസ്റ്ററി ആയിരുന്നു. അത് കാറ്റഗറി നമ്പർ 337/17 ആയിരുന്നു. ആൻഡ് December 3, 2018 2018 December 3 ഈ എക്സാം നടന്നത്. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ഈ കോഡിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫോർട്ട് വില്യം കോളേജ് അറ്റ് കൽക്കട്ട വാസ് സ്റ്റാർട്ടഡ് ബൈ. ഫോർട്ട് വില്യം കോളേജ് അറ്റ് കൽക്കട്ട സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്, ഓർ സ്റ്റാർട്ട് ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ലോർഡ് കോൺവാലിസ്, ലോർഡ് വെല്ലസ്ലി, ലോർഡ് വില്യം ബെൻഡിക്, ലോർഡ് ഡെൽഹൌസി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലോർഡ് വെല്ലസ്ലി ആണ്. ഓക്കെ, ഫോർട്ട് വില്യം കോളേജ് അറ്റ് കൽക്കട്ട, ഫോർട്ട് വില്യം എന്ന് പറഞ്ഞ കോളേജ് കൽക്കട്ടയിൽ സ്ഥാപിച്ചത് ആരാണ്? ലോർഡ് വെല്ലസ്ലി. The first Factory Act of 1881 mainly dealt with. ഫസ്റ്റ് ഫാക്ടറി ആക്ട് അത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരുന്നത്? ഫസ്റ്റ് ഫാക്ടറി ആക്ട് ഓഫ് 1881 ചൈൽഡ് ലേബർ, വുമൺ ലേബർ, സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്, യൂണിയൻ ആക്ടിവിറ്റീസ്. ഏതായിരുന്നു? ചൈൽഡ് ലേബറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. Who gave the call to the Indian youth? Be strong and fearless. Who gave the call to the Indian youth? Be strong and fearless. ഇന്ത്യൻ യുവജനങ്ങൾക്കായിട്ട് ഒരു ആഹ്വാനം ചെയ്തത്, അതായത് ബി സ്ട്രോങ് ആൻഡ് ഫിയർലെസ്. അപ്പോൾ എന്താ പറയുക, അത് പറഞ്ഞത് ആരാണെന്നാണ്? രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, മിസ്സിസ് ആനി ബെസൻ, സ്വാമി വിവേകാനന്ദ. അതാരാണ് അങ്ങനെ പറഞ്ഞത്? അത് സ്വാമി വിവേകാനന്ദനാണ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ സ്ട്രോങ് ആയിരിക്കണം, ഫിയർലെസ് ആയിരിക്കണം, പേടിയില്ലാതെ ഇരിക്കണം എന്ന് പറഞ്ഞത്. ഹു വാസ് കോൾഡ് ദ ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ്? ആരാണ് ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്നത്? ഹു വാസ് നോൺ ആസ് ദ ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ്? രാജാറാം മോഹൻ റോയ്, സർ ജോൺ ലോറൻസ്, സർ ചാൾസ് മെറ്റ്കാഫ്, ലോർഡ് റിപ്പൺ. ആരാണ് ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്നത്? ലിബറേറ്റർ ഈസ് സർ ചാൾസ് മെറ്റ്കാഫ്. മെറ്റ്കാഫെയാണ് ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Who said Congress is tottering to his fall and one of my great ambitions while India is to assist it to a peaceful demise? Congress is tottering to its fall and one of my great ambition while in India is to assist it to a peaceful demise. അങ്ങനെ പറഞ്ഞതായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി അങ്ങനെ പ്രതിപാദിച്ചത് ആരാണെന്നാണ് ചോദ്യം. ലോർഡ് ലിട്ടൺ, ലോർഡ് ഡഫറിൻ, ലോർഡ് വില്ലിംഗ്ടൺ, ലോർഡ് കേഴ്സൺ. അങ്ങനെ കളിയാക്കി പറഞ്ഞത് ലോർഡ് കേഴ്സൺ ആയിരുന്നു. ലോർഡ് കേഴ്സൺ. മുസ്ലിം ലീഗ് ഒബ്സർവ്ഡ് ദ ഡയറക്റ്റ് ആക്ഷൻ ഡേ ഓൺ. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്നാണ് ഒബ്സർവ് ചെയ്തത്? ഡയറക്റ്റ് ആക്ഷൻ ഡേ 16 August 1945, 16 August 1946, 16 September 1945, 16 September 1946. ഇതിൽ ഏത് ദിവസമാണ്? 16 August 1946 ആണ്. 1946 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുമ്പ്, ഒരു വർഷവും ഒരു ദിവസവും മുമ്പായിരുന്നു മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആചരിച്ചത്. Who was not one among those who were put in the INA trials? INA ട്രയൽസിൽ ഉൾപ്പെടുത്തിയതിൽ പെടാത്തത് ആരാണ്? Who was not one among those who were put in the INA trial? ഇന്ത്യൻ നാഷണൽ ആർമി ട്രയൽസിൽ പെടുത്താത്തത് ആരായിരുന്നു? ലക്ഷ്മി സേത്, GS ധിലൻ, പ്രേം സെഖാൽ, ഷാ നവാസ് ഖാൻ. ആരായിരുന്നു? ഇതിൽ ലക്ഷ്മി സേത് ആണ് ഉൾപ്പെടാത്തത്, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ലക്ഷ്മി സേത് ആണ് കറക്റ്റ് ആൻസർ. Who was not one among those who were put in the INA trials? Lakshmi Seth. Under whose guidance the first 5-year plan was drafted? ഫസ്റ്റ് 5-year പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്തത് ആരുടെ ഗൈഡൻസിലായിരുന്നു? KN രാജ്, സുകുമാർ സെൻ, മഹാലനോബിസ്, ഡോക്ടർ ജോൺ മത്തായി. ആരുടെ ഗൈഡൻസിലായിരുന്നു? KN രാജിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിലായിരുന്നു ഫസ്റ്റ് 5-year പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്തത്. The term Garibi Hatao means remove untouchability, remove poverty, remove literacy, remove alcoholism. ദാരിദ്ര്യം അകറ്റുക എന്നാണ്, അതായത് റിമൂവ് പവേർട്ടി.
Who was the popular freedom fighter who had undertaken fast unto death over the demand for a separate Andhra state and expired after 58 days? ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് ഒരു ലിംഗ്വിസ്റ്റിക് ബേസിൽ ഒരു സെപ്പറേറ്റ് ഒരു ആന്ധ്ര സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞ് മരണം വരെ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ഇരിക്കുകയും അങ്ങനെ 58 ദിവസത്തിന് ശേഷം മരണമടയുകയും ചെയ്തത് ആരായിരുന്നു? വൈകുണ്ഠസ്വാമികൾ, ഇ.വി. രാമസ്വാമി, പോറ്റി ശ്രീരാമലു, വിനോബ ഭാവെ. ആരായിരുന്നു? പോറ്റി ശ്രീരാമലു ആണ്. അതിനുശേഷമാണ് 1956 ആന്ധ്ര എന്ന ഒരു സംസ്ഥാനം നിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് നിർബന്ധിതമായിരുന്നു. അത് കഴിഞ്ഞ് 1956 ലിംഗ്വിസ്റ്റിക് ബേസിൽ വന്നത്. 1953 ഈ ഒരു പ്രോബ്ലം വന്നത്. Who was the author of the book കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന ശിലകൾ എന്നാണ് കേട്ടോ. കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന ശിലകൾ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? Who was the author of the book കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന ശിലകൾ? അത് എഴുതിയത് ആരാണ്? ഏലംകുളം കുഞ്ഞൻപിള്ള, രാജൻ ഗുരുക്കൾ, MGS നാരായണൻ, കേശവൻ വേലുത്തട്ട്. ആരാണ്? MGS നാരായണനാണ്. അടുത്തത്, ഉഴവർ വാസ് ലീവ്ഡ് ഇൻ വിച്ച് തിനായ് ഓഫ് ഏൻഷ്യൻ തമിഴകം? ഏൻഷ്യൻ തമിഴകത്തിലെ ഉഴവർ എന്ന് പറഞ്ഞ ഏത് തിനയിലാണ് അവർ ജീവിച്ചിരുന്നത്? മുല്ലൈ, മരുതം, പാലൈ, കുറിഞ്ചി. അതിനകത്ത് ഏതാണ്? മരുതം എന്ന് പറയുന്നതിലാണ് ഉഴവർ ജീവിച്ചിരുന്നത്. Who among the following posthumously published K.P. പത്മനാഭ മേനോൻസ് ബുക്ക് ഹിസ്റ്ററി ഓഫ് കേരള? K.P. പത്മനാഭ മേനോന്റെ ബുക്കായ ഹിസ്റ്ററി ഓഫ് കേരള ആരാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം പബ്ലിഷ് ചെയ്തത്? P.K. ശങ്കുണ്ണി മേനോൻ, A. ശ്രീധര മേനോൻ, T.K. കൃഷ്ണ മേനോൻ, T.K. രാമൻ മേനോൻ. ആരായിരുന്നു പബ്ലിഷ് ചെയ്തത്? T.K. കൃഷ്ണമേനോൻ. കേരള ചരിത്രം എന്ന് പറഞ്ഞിട്ട് ശ്രീധര മേനോനും ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞത് K.P. പത്മനാഭ മേനോന്റെ ബുക്കാണ്. അത് പബ്ലിഷ് ചെയ്ത് T.K. കൃഷ്ണമേനോനായിരുന്നു. Who among the following was not a member of 18 കവികൾ അറ്റ് സമോറിൻസ് കോർട്ട്? സാമൂതിരിയുടെ കോർട്ടിൽ 18 കവികളിൽ പെടാത്തത് ആരാന്നാണ്? പൂനം നമ്പൂതിരി, ശങ്കരദേവസ്വാമികൾ, കാക്കശ്ശേരി ഭട്ടതിരി, ഉദ്ദാനന്ദ ശാസ്ത്രികൾ. ഇതിൽ ആരാണ് പെടാത്തത്? ശങ്കരദേവ സ്വാമികളാണ്. Who firstly discovered Neolithic access from the foot of കന്യാക്കാട് ഹിൽസ് ഇൻ കേരള? അതേതായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, ഫിലിപ്പ് ലേക്ക്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഹിസ്റ്ററിയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ സാധാരണ ഉള്ള എക്സാമിന് വേണ്ട. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. ഓക്കെ, who described പഴശ്ശിരാജ ആസ് ആൻ എക്സ്ട്രാ ഓർഡിനറി ആൻഡ് സിംഗുലർ ക്യാരക്ടർ? ആരായിരുന്നു പഴശ്ശിരാജയെ എക്സ്ട്രാ ഓർഡിനറി ആൻഡ് സിംഗുലർ ക്യാരക്ടർ എന്ന് പറഞ്ഞത്? പഴശ്ശിരാജയെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ആൻഡ് ഇറ്റ് വാസ് TH ബാബർ ആയിരുന്നു. ഓക്കെ, അദ്ദേഹമായിരുന്നു ആ സമയത്തെ സബ് കളക്ടറായിട്ട് നിയമിച്ചത്. ദ കുണ്ടറ പ്രൊക്ലമേഷൻ വാസ് ഇഷ്യൂഡ് ഓൺ? കുണ്ടറ പ്രൊക്ലമേഷൻ എന്നായിരുന്നു? 1809 ജനുവരി 11 പിന്നെ ജന്മി കുടിയാൻ പ്രൊക്ലമേഷൻ ഓഫ് ട്രാവൻകൂർ അതാരാണ് ഇഷ്യൂ ചെയ്തത്? ജന്മി കുടിയാൻ പ്രൊക്ലമേഷൻ ഇഷ്യൂ ചെയ്തത് ആയില്യം തിരുനാളാണ്. ഇനി അബ്സ്റ്റേഷൻ മൂവ്മെന്റ്, വിമോചന പ്രസ്ഥാനം, ദാറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ട്രാവൻകൂർ ആസ് എ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ്. അത് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആണ്. ഇനി അറബി മലയാളം മന്ത്ലി പബ്ലിഷ്ഡ് ബൈ വക്കം അബ്ദുൽ ഖാദർ മൗലവി, അതായിരുന്നു അൽ ഇസ്ലാം. അത് വക്കം അബ്ദുൽ ഖാദർ മൗലവി പബ്ലിഷ് ചെയ്തതാണ്. ഓക്കെ, ഇനി AK ഗോപാലൻ ലെഡ് ദ ഹങ്കർ മാർച്ച് ഫ്രം കണ്ണൂർ മുതൽ എവിടം വരെയാണ് പട്ടിണി ജാഥ നടത്തിയത്? AK ഗോപാലൻ അദ്ദേഹം നടത്തിയത് മദ്രാസ് വരെയായിരുന്നു. ഓക്കെ, കണ്ണൂർ മുതൽ മദ്രാസ് വരെ. ദ ഫസ്റ്റ് സെഷൻ ഓഫ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഇറ്റ് വാസ് ഹെൽഡ് അറ്റ്? എവിടെയാണ് നടന്നത്? ഇരിഞ്ഞാലക്കുടയിലായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യത്തെ സെഷൻ നടന്നത്.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ഇവിടുന്നും ഒക്കെ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ PSCയുടെ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ bibimohan.com എന്ന ബ്ലോഗിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാം. അത് അതിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലിങ്ക് തരാം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാ കമൻസും സജഷൻസും പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.